ആകാശവാണി വാർത്താ വീക്ഷണം. റഷ്യ യുക്രൈൻ സമാധാന ശ്രമങ്ങൾക്ക് പ്രതീക്ഷ പകർന്ന് കരിങ്കടലിലെ വെടിനിർത്തൽ ധാരണ. തയ്യാറാക്കിയത് മഹേഷ് മുരളീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ വെച്ച് റഷ്യയും യുക്രൈനും. കരിങ്കടലിലെ സമവായ നീക്കം യൂറോപ്പിനൊപ്പം ലോകത്തിനാകെ പ്രതീക്ഷയാവുകയാണ്. ശാശ്വത സമാധാനം ഇനിയുമേറെ അകലെയാണെങ്കിലും റഷ്യയും യുക്രൈനും തമ്മിലുള്ള പുതിയ ധാരണ സംഘർഷത്തിന് അയവ് വരുത്തുമെന്നതിൽ സംശയമില്ല. അമേരിക്കൻ മധ്യസ്ഥതയിൽ പിറന്ന പുതിയ ധാരണയനുസരിച്ച് കരിങ്കടൽ വഴിയുള്ള ചരക്ക് കപ്പലുകളെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കില്ല. യുദ്ധത്തടവുകാരുടെ കൈമാറ്റം, സിവിലിയൻ തടവുകാരുടെ മോചനം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ തുടരാനും ധാരണയായി. ഊർജ്ജ കേന്ദ്രങ്ങൾ പരസ്പരം ആക്രമിക്കില്ലെന്ന ധാരണ നടപ്പിലാക്കാമെന്ന് റഷ്യ ഉറപ്പു നൽകിയതായും US അറിയിച്ചു. എന്നാൽ ഇതെല്ലാം നിലവിൽ വരണമെങ്കിൽ തങ്ങൾക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന ഉപാധിയും റഷ്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിന് പാശ്ചാത്യ രാജ്യങ്ങൾ കൂടി അനുമതി നൽകേണ്ടതുണ്ട്. ചുരുക്കത്തിൽ സമാധാന ശ്രമങ്ങളിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ US ആഗ്രഹിച്ച സമഗ്രമായ വെടിനിർത്തൽ ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടുമില്ല. കരയും കടലും ആകാശവും വഴിയുള്ള എല്ലാ ആക്രമണങ്ങളും 30 ദിവസത്തേക്ക് നിർത്തിവെക്കുന്ന താൽക്കാലിക വെടിനിർത്തലായിരുന്നു ട്രംപിന്റെ മനസ്സിൽ. എന്നാൽ അതിലേക്ക് ഇനിയുമേറെ ദൂരം ബാക്കിയുണ്ടെന്ന് വേണം നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. തീരുമാനങ്ങൾ പക്ഷപാതപരമെന്ന വിമർശനങ്ങളുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ സജീവമായത്. അധികാരത്തിലെത്തിയാൽ ഒരു ദിവസത്തിനകം യുദ്ധത്തിന് അവസാനമിടുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്ഥാനമേറ്റ് ആദ്യ ദിവസങ്ങളിൽ തന്നെ പുടിനുമായി ടെലിഫോൺ ചർച്ച നടത്തുകയും ചെയ്തു. തുടക്കം മുതൽ റഷ്യയെ അനുകൂലിച്ചും സെലൻസ്കിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയുമായിരുന്നു ട്രംപിന്റെ പ്രസ്താവനകൾ. സെലൻസ്കിയെ ഏകാധിപതിയെന്ന് വിശേഷിപ്പിച്ച ട്രംപ് സംഘർഷത്തിന് തുടക്കമിട്ടത് യുക്രൈനെന്നും ആരോപിച്ചു. ഒരു ഘട്ടത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായി ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക വോട്ട് ചെയ്യുക പോലും ഉണ്ടായി. ഇതിനിടെയായിരുന്നു സെലൻസ്കിയുടെ വൈറ്റ് ഹൌസ് സന്ദർശനവും വിവാദമായി അവസാനിച്ച കൂടിക്കാഴ്ചയും. തുടർന്നുള്ള ദിവസങ്ങളിൽ അമേരിക്ക യുക്രൈനുള്ള സൈനിക സഹായവും രഹസ്യാന്വേഷണ വിവരങ്ങളുടെ കൈമാറ്റവും നിർത്തി. കാര്യങ്ങൾ കൈവിടുന്നുവെന്ന ഘട്ടത്തിലാണ് ഈ മാസം ആദ്യത്തോടെ സൗദി അറേബ്യയിൽ നടന്ന ചർച്ചയിൽ സമാധാനത്തിന്റെ സൂചനകൾ ഉണ്ടായത്. സൗദി അറേബ്യയുടെ നിഷ്പക്ഷ നിലപാടുകളും ആഗോള നയതന്ത്രത്തിൽ വർദ്ധിച്ചുവരുന്ന സ്വാധീനവും തെളിയിക്കുന്നത് കൂടിയായി ഈ ചർച്ച. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ താൽക്കാലിക വെടിനിർത്തലും യുക്രൈനുള്ള ദീർഘകാല സുരക്ഷാ ഉറപ്പുകളുമായിരുന്നു പ്രധാനമായും ചർച്ചയായത്. കൂടിക്കാഴ്ച ഫലപ്രദമായതോടെ തുടർ ചർച്ചകൾക്ക് കളമൊരുങ്ങി. ട്രംപ് പുടിനുമായും സെലൻസ്കിയുമായും ടെലിഫോണിൽ ചർച്ച നടത്തി. സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടെന്ന നിലയിൽ US മുന്നോട്ട് വെച്ച ഭാഗിക വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും തത്വത്തിൽ അംഗീകരിച്ചു. 30 ദിവസത്തേക്ക് ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന ഉറപ്പിലായിരുന്നു ഭാഗിക വെടിനിർത്തൽ. എന്നാൽ ധാരണയിലെത്തി ആദ്യ ദിവസം തന്നെ റഷ്യ കരാർ ലംഘിച്ചതായി യുക്രൈൻ ആരോപിച്ചു. ഇതോടെ റഷ്യയെ അനുനയിപ്പിച്ച് ഒരു സമാധാന നീക്കം കടുപ്പമേറിയതാണെന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. തുടക്കം മുതൽ യുക്രൈൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായപ്പോൾ കടുത്ത ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു റഷ്യ. ആദ്യം താൽക്കാലിക വെടിനിർത്തലും പിന്നീട് ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ടുള്ള വിശദമായ ചർച്ചയുമെന്നായിരുന്നു അമേരിക്കയുടെ നിലപാട്. ഇതിനോട് യോജിക്കാൻ പുടിൻ തയ്യാറായില്ല. യുദ്ധത്തിന് കാരണമായ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചർച്ച വേണ്ടതെന്ന നിലപാടിൽ പുടിൻ ഉറച്ചുനിന്നു. റഷ്യൻ അതിർത്തിയിലേക്ക് വരുന്ന നീളുന്ന നാറ്റോ സഖ്യവും തങ്ങളുടെ മറ്റ് ആശങ്കകളും വിശദമായി ചർച്ച ചെയ്യണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടു. എന്നാൽ അമേരിക്ക മുന്നോട്ടുവച്ച ചില വ്യവസ്ഥകളോട് റഷ്യ അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു. അതിലൊന്നാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. കരിങ്കടൽ വഴിയുള്ള യുക്രൈന്റെ ചരക്ക് നീക്കം അനുവദിച്ചാൽ റഷ്യക്കെതിരായ ഉപരോധത്തിൽ ഇളവ് അനുവദിക്കാമെന്ന നിർദ്ദേശം റഷ്യ അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതുൾപ്പെടെ പല വിഷയങ്ങളിലും ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. യുദ്ധാനന്തര യുക്രൈന്റെ സുരക്ഷ തങ്ങളുടെ ബാധ്യതയല്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. അത് യൂറോപ്പിന്റെ ചുമതലയാണെന്ന് ട്രംപ് പറയുന്നു. ഇതിന് യൂറോപ്യൻ ശക്തികൾ ഒരു പരിധിവരെ ഒരുക്കവുമാണ്. ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഒരുമിച്ചുള്ളൊരു സമാധാന സേനയെന്ന ആശയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ യൂറോപ്യൻ ശക്തികൾക്ക് യുക്രൈനിൽ സാന്നിധ്യം അനുവദിക്കുന്നതിനെ തുടക്കം മുതൽ റഷ്യ എതിർക്കുകയാണ്. യുക്രൈന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കാതെയുള്ള സമാധാന ശ്രമങ്ങൾ ഒരിക്കലും പൂർണ്ണവുമല്ല. ഒരു വെടിനിർത്തൽ നിലവിൽ വന്നാൽ തന്നെ അതെത്ര നീണ്ടുനിൽക്കുമെന്ന ആശങ്കയും നിലവിലുണ്ട്. ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികൾ തന്നെ ഉദാഹരണമായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നു.
വാഷിംഗ്ടൺ മുൻകൈയെടുത്തുള്ള ശ്രമങ്ങൾ അതേപടി അംഗീകരിച്ച് എന്നേക്കുമായി സമാധാനപാതയിൽ തുടരാൻ പുടിൻ തയ്യാറാകില്ലെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്തായാലും കിഴക്കൻ മേഖലയിലുൾപ്പെടെ സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കി റഷ്യ മുന്നേറുമ്പോഴാണ് സമാധാന ശ്രമങ്ങളും തുടരുന്നത്. സമീപ മാസങ്ങളിൽ യുദ്ധമേഖലകളിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ റഷ്യൻ സൈന്യത്തിനായിരുന്നു. 2024 യുക്രൈൻ പിടിച്ചെടുത്ത കിഴക്കിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വീണ്ടെടുക്കാൻ റഷ്യയ്ക്കായി. ഒരു ഘട്ടത്തിൽ 1300 സ്ക്വയർ കിലോമീറ്റർ വരെ യുക്രൈന്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ സമീപ മാസങ്ങളിൽ റഷ്യ ആക്രമണം ശക്തമാക്കിയതോടെ പലയിടത്തു നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരാകുകയായിരുന്നു യുക്രൈൻ സൈന്യം. തുടക്കത്തിൽ യുക്രൈൻ സമർത്ഥമായി പ്രയോഗിച്ച ഡ്രോൺ തന്ത്രം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിച്ച് തിരിച്ചടിക്കുകയായിരുന്നു റഷ്യ. ഒരു വർഷത്തിനപ്പുറം ഡ്രോണുകൾ യുദ്ധത്തിന്റെ തന്ത്രങ്ങളെയും വേഗതയെയും മാറ്റിമറിച്ചു. 3 വർഷങ്ങൾ നീണ്ട യുദ്ധത്തിൽ കൂടുതൽ നഷ്ടങ്ങളുണ്ടായത് യുക്രൈനാണ്. എന്നാൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ റഷ്യയ്ക്കുമായില്ല. പക്ഷേ ഒരു വൻ ശക്തി എന്ന നിലയിൽ റഷ്യയുടെ ദൗർബല്യങ്ങൾ തുറന്നുകാട്ടുകയും ചെയ്തു യുക്രൈൻ യുദ്ധം. റഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആയുധശക്തിയിൽ വളരെ ദുർബലമായൊരു രാജ്യമാണ് യുക്രൈൻ. 3 വർഷത്തെ യുദ്ധത്തിനൊടുവിലും അവർക്കെതിരെ സമ്പൂർണ്ണ വിജയം സ്വന്തമാക്കാൻ കഴിയാത്തത് റഷ്യയ്ക്കേറ്റ തിരിച്ചടിയാണ്. അതേസമയം അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഒറ്റപ്പെടുത്തലിനെയും ഉപരോധത്തെയും ഒരു പരിധിവരെ അവർ അതിജീവിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ യുദ്ധഭൂമിയിലേക്ക് ഒഴുക്കിയും 100,000-ലേറെ സൈനികരുടെ ജീവൻ ബലികൊടുത്തും റഷ്യ യുദ്ധം തുടർന്നത് വ്യക്തമായ ലക്ഷ്യങ്ങളോടെയായിരുന്നു. സെലൻസ്കിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മുക്തമായൊരു യുക്രൈനായിരുന്നു പുടിന്റെ ലക്ഷ്യം. ഇതിലൂടെ കിഴക്കൻ യൂറോപ്പിൽ നാറ്റോ സാന്നിധ്യത്തിന് തടയിടുക. മറുവശത്ത് ബുദ്ധിപരമായ നീക്കങ്ങളാണ് അമേരിക്കയുടേതും. വിചാരിച്ചത്ര എളുപ്പമായേക്കില്ലെങ്കിലും കരാർ സാധ്യമായാൽ ട്രംപിനെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടം തന്നെയാകും. റഷ്യയുമായുള്ള അകൽച്ച അവസാനിപ്പിച്ച് മുഴുവൻ ശ്രദ്ധയും ചൈനയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. യൂറോപ്പിലെ ഇടപെടൽ കുറച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ സജീവമാകാനും റഷ്യയുടെ സഹായത്തോടെ ഇറാനെ ആണവ കരാറിലേക്ക് കൊണ്ടുവരാനും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനിടെ യുക്രൈനിലെ അപൂർവ ധാതു സമ്പത്തിലും ട്രംപ് കണ്ണുവച്ചിട്ടുണ്ട്. യുറേനിയവും ലിഥിയവും ടൈറ്റാനിയവും പോലുള്ള അപൂർവ ധാതുക്കളുടെ യൂറോപ്പിലെ ഏറ്റവും വലിയ ശേഖരം യുക്രൈനിലാണ്. ഇതിന്റെ ഒരു ഭാഗം യുഎസുമായി പങ്കിടണമെന്ന സമ്മർദ്ദവുമായാണ് ട്രംപ് രംഗത്തെത്തിയത്. റഷ്യൻ അധിനിവേശത്തിനിടെ തങ്ങൾ നൽകിയ സാമ്പത്തിക സൈനിക സഹായത്തിന് പ്രതിഫലമായാണ് യുക്രൈനിലെ അപൂർവ ധാതുശേഖരത്തിലെ ഒരു പങ്ക് യുഎസ് ആവശ്യപ്പെട്ടത്. ഈ കരാറിലൂടെ $500 ബില്യണിലധികം നേട്ടം അമേരിക്കയ്ക്കുണ്ടാകും. എന്നാൽ സുരക്ഷ സംബന്ധിച്ച ഉറപ്പ് നൽകിയാൽ മാത്രം കരാർ എന്നായിരുന്നു സെലൻസ്കിയുടെ നിലപാട്. ഇതിന്റെ പേരിൽ ഇരു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായെങ്കിലും പിന്നീട് കരാറിന് സമ്മതിക്കുകയായിരുന്നു യുക്രൈൻ. കരാർ യുഎസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണെങ്കിലും ആശങ്കകളും തള്ളിക്കളയാനാകില്ലെന്നാണ് വിദഗ്ധരുടെ പക്ഷം. ഈ അപൂർവ ധാതുസമ്പത്തുള്ള പ്രദേശങ്ങളിൽ പലതും ഇപ്പോൾ റഷ്യൻ അധീനതയിലായതാണ് അമേരിക്കയെ സംബന്ധിച്ച് വെല്ലുവിളി ഉയർത്തുന്നത്. അമേരിക്കയെ അമിതമായി ആശ്രയിച്ചായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പടിഞ്ഞാറൻ യൂറോപ്പ് മുന്നോട്ട് നീങ്ങിയത്. നാറ്റോ എന്ന പ്രതിരോധ കവചത്തിൽ സുരക്ഷിതരായിരുന്നു ഈ രാജ്യങ്ങൾ. എന്നാൽ ട്രംപ് നിലപാട് കടുപ്പിച്ചതോടെ ഇപ്പോൾ അനാഥമായ നിലയിലാണ് യൂറോപ്പ്. സ്വന്തം പ്രതിരോധത്തിന്റെ കാര്യം യൂറോപ്പ് സ്വയം നോക്കിയേ തീരൂ എന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു. പ്രതിരോധത്തിനായി GDPയുടെ 2% മാറ്റിവെക്കണമെന്നാണ് നാറ്റോയുടെ പ്രഖ്യാപിത നയം. പക്ഷേ 30 അംഗ നാറ്റോയിലെ 1/3 രാജ്യങ്ങളും ഇപ്പോഴും അത് ചെയ്യുന്നില്ല. പ്രതിരോധത്തിന് അധിക തുക മാറ്റിവെക്കേണ്ടി വന്നാൽ ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പല രാജ്യങ്ങൾക്കും അതിനായേക്കില്ല. റഷ്യയുമായി കൈകോർത്ത് ട്രംപ് മുന്നോട്ടു പോകുന്നത് യൂറോപ്പിന്റെ ആശങ്ക ഇരട്ടിയാക്കുന്നുമുണ്ട്. യുക്രൈനുള്ള ദീർഘകാല സൈനിക സഹായത്തിനുള്ള പൊതുജന പിന്തുണ പല യൂറോപ്യൻ രാജ്യങ്ങളിലും കുറഞ്ഞുവരികയാണ്. എന്തായാലും സമാധാന ശ്രമങ്ങളുടെ ആദ്യപടിയെന്ന നിലയിൽ കരിങ്കടലുമായി ബന്ധപ്പെട്ട പുതിയ ധാരണ നിർണായകമാണ്. എന്നാൽ ശാശ്വത സമാധാനം എന്ന ലക്ഷ്യത്തിലേക്ക് ചർച്ചകൾ നീങ്ങുമ്പോൾ വലിയ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. യുദ്ധമുന്നണിയിൽ നിലവിൽ ശക്തമായ നിലയിലാണ് റഷ്യ. അതിനാൽ വലിയ വിട്ടുവീഴ്ചകൾക്ക് അവർ തയ്യാറായേക്കില്ല. യുക്രൈനും യൂറോപ്പിനും ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്തായാലും 3 വർഷം പിന്നിട്ട് നീളുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിച്ചേ തീരൂ. അതിനനിവാര്യമായ വിട്ടുവീഴ്ചകൾക്ക് ഇരുപക്ഷവും തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. റഷ്യ യുക്രൈൻ സമാധാന ശ്രമങ്ങൾക്ക് പ്രതീക്ഷ പകർന്ന് കരിങ്കടലിലെ വെടിനിർത്തൽ ധാരണ.